പെണ്ണ് കെട്ടണതിൻ്റെ 1-2 ആഴ്ച മുന്നേ ഫാർമസിയിലേക്ക് ഇങ്ങോട്ട് പാഞ്ഞു വരും. എന്നിട്ട് പറയും എൻ്റെ മുഖത്തുള്ള പാട് മൊത്തം പോവണം, വെളുക്കണം, തടി മെലിയണം, പിന്നെ തലയത്തെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി അതൊക്കെ കിളിർത്ത് പഴയ പോലെ സെറ്റാക്കി തരണം. ഇതിനൊക്കെ ആ സമയത്ത് എന്ത് വാങ്ങിക്കാനും എന്ത് ചെയ്യാനും ഇവർക്കൊന്നും ഒരു മടി ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ മുന്നേയും ഫാർമസിയിൽ വന്ന സമയത്ത് നമ്മൾ ചിലപ്പം വല്ല മോയ്സ്ചറൈസറോ വല്ല സൺ പ്രൊട്ടക്ഷനോ ഒക്കെ അറിയാതെ സജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പുച്ഛം കൊണ്ട് മാത്രമല്ല കുറേ ഡയലോഗ് ഉണ്ടാവും. ഞങ്ങളതൊക്കെ കമ്പനി പെയിൻ്റാണ്, ആണുങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ പെണ്ണുങ്ങളായിട്ടുള്ള നിങ്ങൾ വാരി തേച്ചാൽ മതിയെന്ന്. ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ്, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എനിക്കറിയാം. ബൈ ദ ബൈ, ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീന്, നമ്മളെ സ്കിന്നിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺ പ്രൊട്ടക്ഷന്, പിന്നെ വേണേൽ ഭംഗിക്കൊരു ലിപ് ബാമും കൂടിയൊക്കെ തേച്ചോളൂ. ഇത്രയും കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തടയാൻ പറ്റും കേട്ടോ. പിന്നെ മറന്നുപോയി, നല്ലോണം വെള്ളം കുടിക്കുക, അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ഖത്തറിൽ വരുന്ന സമയത്ത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്തു. അതുമുതലാണ് സ്കിൻ കെയറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതും.